നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ മാത്സ് പെഡഗോജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വിച്ച് മെത്തേഡ് ബിഗിൻസ് ഫ്രം എ ജനറൽ പ്രിൻസിപ്പിൾ ടു പർട്ടിക്കുലർ എക്സാമ്പിൾസ്? സാമാന്യ തത്വങ്ങളിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്ന പഠന രീതി ഏത്? ഇൻഡക്റ്റീവ് മെത്തേഡ്, ആഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി, അനലറ്റിക്കൽ മെത്തേഡ്, അപഗ്രഥന രീതി, പ്രോജക്റ്റ് മെത്തേഡ്, പ്രോജക്റ്റ് രീതി. ആൻസർ ബി, ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ മാത്തമാറ്റീഷ്യൻ ഹു വോൺ ദ ഫീൽഡ്സ് മെഡൽ ഇൻ ദ ഇയർ 2018. 2018 ഫീൽഡ്സ് മെഡൽ നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് എ, മഞ്ജുൾ ഭാർഗവ, ബി, മറിയം മിർസാഖാനി, സി, മാർട്ടിൻ ഹെയറർ, ഡി, അക്ഷയ് വെങ്കടേഷ്. ആൻസർ ഡി, അക്ഷയ് വെങ്കടേഷ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിറ്റി ഓഫ് എ ഗുഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്? ഒരു നല്ല ഗണിത പാഠപുസ്തകത്തിനുള്ള സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ, കണ്ടെയ്ൻ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളത്, ദാറ്റ് ഹെൽപ്സ് ഫോർ കൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, ആശയ രൂപീകരണത്തിന് സഹായിക്കുന്നത്, സി, കാറ്ററിംഗ് സ്റ്റുഡൻസ് ഫോർ ഓൾ ലെവൽസ്, വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്നത്, ഡി, പ്രൊമോട്ട് സെൽഫ് സ്റ്റഡി, സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നത്. ആൻസർ എ, കണ്ടെയ്ൻ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ? താഴെ കൊടുത്തവയിൽ തുറന്ന ചോദ്യവുമായി പരിഗണിക്കാവുന്നത് ഏത്? ഓപ്ഷൻസ് എ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഇക്വേഷൻ 3x + 4 = 19? 3x + 4 = 19 എന്ന സമവാക്യത്തിൽ എക്സ് എത്ര? ബി, പ്രിപ്പയർ എ പ്രാക്ടിക്കൽ പ്രോബ്ലം വിച്ച് യൂസ് ദ ഇക്വേഷൻ 3x + 4 = 19. 3x + 4 = 19 എന്ന പ്രശ്നം വരുന്ന പ്രായോഗിക പ്രശ്നം രൂപീകരിക്കുക. സി, ദ ഇക്വേഷൻ 3x + 4 = 19 ക്യാൻ x = 3. 3x + 4 = 19 എന്ന സമവാക്യത്തിൽ x = 3 ആകുമോ? ഡി, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ 3x + 4 = 19. 3x + 4 = 19 എന്നതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ആൻസർ ബി, പ്രിപ്പയർ എ പ്രാക്ടിക്കൽ പ്രോബ്ലം വിച്ച് യൂസ് ദ ഇക്വേഷൻ 3x + 4 = 19. 3x + 4 = 19 എന്ന പ്രശ്നം വരുന്ന പ്രായോഗിക പ്രശ്നം രൂപീകരിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് അസസ്മെന്റ്? ചുവടെ കൊടുത്തവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ഉദ്ദേശ്യവുമായി പരിഗണിക്കുന്നത്? ഓപ്ഷൻസ് എ, ടു കമ്പയർ ദ ലേണർ വിത്ത് അതർ ചിൽഡ്രൻ, പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതിന്, ബി, ടു ഐഡന്റിഫൈ ദ മിസ്റ്റേക്സ് ആൻഡ് പണിഷ് ദ ചൈൽഡ്, കുട്ടികളുടെ തെറ്റുകൾ കണ്ടെത്തി ശിക്ഷിക്കുന്നതിന്, സി, ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് പ്രോബ്ലം ആൻഡ് ഗിവ് സ്യൂട്ടബിൾ റെമഡിയൽ ടീച്ചിങ് ടു ദ ചൈൽഡ്, കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നൽകുന്നതിന്, ഓപ്ഷൻ ഡി, ടു കാറ്റഗറൈസ് ദ ചിൽഡ്രൻ, കുട്ടികളെ തരംതിരിക്കുന്നതിന്. ആൻസർ സി, ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് പ്രോബ്ലം ആൻഡ് ഗിവ്സ് സ്യൂട്ടബിൾ റെമഡിയൽ ടീച്ചിങ് ടു ദ ചൈൽഡ്, കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ നൽകുന്നതിന്. ആറാമത്തെ ക്വസ്റ്റ്യൻ,
The main purpose of using learning materials in the mathematics class is. ഗണിത ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം. ഓപ്ഷൻസ് എ ഫിനിഷിംഗ് ദ പോർഷൻസ് ഇൻ ടൈം. പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന്. ബി എൻഗേജിംഗ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. കുട്ടികളെ പ്രവർത്തന നിരതരാക്കുന്നതിന്. സി ടു റെഡ്യൂസ് അബ്സ്ട്രാക്ട്നെസ്. അമൂർത്തത കുറയ്ക്കുന്നതിന്. ഡി ഫോർ നോവൽറ്റി ഓഫ് ടീച്ചിങ്. ബോധനത്തിലെ പുതുമ നിലനിർത്താൻ. ആൻസർ സി ടു റെഡ്യൂസ് അബ്സ്ട്രാക്ട്നെസ്. അമൂർത്തത കുറയ്ക്കുന്നതിന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് ജോമെട്രിക് കൺസ്ട്രക്ഷൻ ഈസ് ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ. ഗണിതത്തിലെ ജ്യാമിതിയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ ക്രമപ്പെടുത്തുക. എ ഐഡന്റിഫൈ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓർ ടൂൾ റിക്വയർഡ്. അനുയോജ്യമായ വഴി അല്ലെങ്കിൽ ഉപകരണം കണ്ടെത്തുക. ബി ഓൺ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. ഉൽപ്പന്നത്തെ സ്വയം വിലയിരുത്തുന്നു. സി പ്രിപ്പയറിംഗ് എ റഫ് ഫിഗർ. ഏകദേശ ചിത്രം രൂപീകരിക്കുന്നു. ഡി കംപ്ലീറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ വിത്ത് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. കൃത്യത, സൂക്ഷ്മത എന്നിവ പാലിച്ച് നിർമ്മിതി പൂർത്തിയാക്കുന്നു. ഓപ്ഷൻസ് ആർ ആൻസർ ഡി സി എ ഡി ബി. സി എന്ന് പറയുമ്പോൾ പ്രിപ്പയറിംഗ് എ റഫ് ഫിഗർ. എ ഐഡന്റിഫൈ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓർ ടൂൾ റിക്വയർഡ്. ഡി കംപ്ലീറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ വിത്ത് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ബി ഓൺ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പൊ ഇതാണ് എൻ്റെ കറക്റ്റ് ഓർഡർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മെത്തേഡ് ദാറ്റ് എ ഗുഡ് ടീച്ചർ അഡോപ്റ്റ് ഇൻ ദ ക്ലാസ് റൂം. ഒരു ഗണിത ക്ലാസ്സിൽ നല്ല ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ഗിവിംഗ് സൊല്യൂഷൻ ടു ഓൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ബൈ ദ ടീച്ചർ ഇറ്റ് സെൽഫ്. എല്ലാ ഗണിത പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്തു കൊടുക്കുക. ബി ഗിവിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാത്തമാറ്റൈസേഷൻ ഓഫ് തോട്ട് പ്രോസസ്. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകൽ. സി ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു അറൈവ് അറ്റ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ്. പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കുട്ടികളെ സഹായിക്കുക. ഡി ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ക്രിയേറ്റീവ് തിങ്കിങ്. സർഗാത്മക ചിന്തയ്ക്ക് അവസരം നൽകൽ. ആൻസർ എ ഗിവിംഗ് സൊല്യൂഷൻ ടു ഓൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ബൈ ദ ടീച്ചർ ഇറ്റ് സെൽഫ്. എല്ലാ ഗണിത പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് കൊടുക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാത്തമാറ്റീഷ്യൻസ് ഈസ് റിലേറ്റഡ് ടു ദ നമ്പർ 1729? 1729 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് എ ഭാസ്കരാചാര്യ. ബി ശ്രീനിവാസ രാമാനുജൻ. സി നീലകണ്ഠ സോമയാജി. ഡി കാപ്രേക്കർ. ആൻസർ ബി ശ്രീനിവാസ രാമാനുജൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഓൺ ദ റെസ്പോൺസ് കോളം ഓഫ് എ ടീച്ചിങ് മാനുവൽ? താഴെ കൊടുത്തവയിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? ഓപ്ഷൻസ് എ റിയാക്ഷൻ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ പ്രതികരണങ്ങൾ. ബി ഗ്രേഡ് ഒബ്റ്റെയിൻ ഇൻ ദ ടേം ഇവാലുവേഷൻ. ടേം മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ലഭിച്ച ഗ്രേഡുകൾ. സി സെൽഫ് ഇവാലുവേഷൻ ഓഫ് ടീച്ചർ റിലേറ്റഡ് ടു ദ ലേണിംഗ് ആക്ടിവിറ്റീസ്. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ടീച്ചറുടെ സ്വയം വിലയിരുത്തൽ. ഡി മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. പഠന പ്രവർത്തനങ്ങളുടെ മികവും പരിമിതികളും. ആൻസർ ബി ഗ്രേഡ് ഒബ്റ്റെയിൻ ഇൻ ദ ടേം ഇവാലുവേഷൻ. ടേം മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ലഭിച്ച ഗ്രേഡുകൾ.
11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ? ഗുണനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡീഷൻ, ഗുണനം തുടർച്ചയായ സങ്കലനമാണ്. ബി, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഇൻവേഴ്സ് ഓഫ് ഡിവിഷൻ, ഗുണനം ഹരണത്തിന്റെ വിപരീതമാണ്. സി, എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് 1/2 + 1/2 + 1/2 = 3 × 1/2 = 3/2. ഗുണനത്തിന് ഉദാഹരണമായി 1/2 + 1/2 + 1/2 = 3 × 1/2 = 3/2 എന്ന് എഴുതാം. ഡി, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ, ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്. ആൻസർ ഡി, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ, ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റോംബസ്? ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും അനുയോജ്യമായ പേര് എന്താണ്? ഓപ്ഷൻസ് എ, സ്ക്വയർ സമചതുരം, ബി, റെക്റ്റാങ്കിൾ ചതുരം, സി, പാരലലോഗ്രാം സാമാന്തരികം, ഡി, റോംബസ് സമഭുജ സാമാന്തരികം. ആൻസർ ബി, റെക്റ്റാങ്കിൾ ചതുരം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഈസ് കോൾഡ് രാമാനുജൻ നമ്പർ? രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻസ് എ, 7129, ബി, 1792, സി, 1729, ഡി, 4096. നമ്മൾ നേരത്തെ ഇതേപോലത്തെ തന്നെ, അതായത് സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ രാമാനുജൻ സംഖ്യ നന്നായിട്ട് പഠിച്ചിരിക്കുക, മറന്നു പോവാത്ത രീതിയിൽ പഠിച്ചിരിക്കണം കേട്ടോ. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, 1729. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് സ്കിൽ ഇൻ മാത്തമാറ്റിക്സ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ, പ്രോബ്ലം സോൾവിംഗ് പ്രശ്ന പരിഹരണം, ബി, ലോജിക്കൽ റീസണിംഗ് യുക്തിചിന്തനം, സി, അഡീഷൻ സങ്കലനം, ഡി, ജനറലൈസേഷൻ സാമാന്യവൽക്കരണം. ആൻസർ സി, അഡീഷൻ സങ്കലനം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാത്തമാറ്റീഷ്യൻ? ചുവടെ തന്നിരിക്കുന്നവരിൽ ഗണിതശാസ്ത്രജ്ഞൻ അല്ലാത്തത് ആര്? ഓപ്ഷൻസ് എ, യൂക്ലിഡ്, ബി, ഫെർമ, സി, രാമാനുജൻ, ഡി, ജോൺ കീറ്റസ്. ആൻസർ ഡി, ജോൺ കീറ്റസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ടു സ്റ്റഡി ജോമെട്രി വി യൂസ് ദ സോഫ്റ്റ്വെയർ ജിയോജിബ്ര, ഹൗ വി ഓപ്പൺ ഇറ്റ്? ജാമിതിയുടെ പഠനത്തിന് നാം ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. ഇത് തുറക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജിയോജിബ്ര, ബി, ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര, സി, ആപ്ലിക്കേഷൻ ഓഫീസ് ജിയോജിബ്ര, ഡി, ആപ്ലിക്കേഷൻ ആക്സസറീസ് ജിയോജിബ്ര. ആൻസർ ബി, ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര. 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പോളിഗൺ വിത്ത് നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് നമ്പർ ഓഫ് ഡയഗണൽസ് ആർ ഈക്വൽ? വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏത്? ഓപ്ഷൻസ് എ, ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, ബി, പെന്റഗൺ പഞ്ചഭുജം, സി, ഹെക്സഗൺ ഷഡ്ഭുജം, ഡി, ഒക്ടഗൺ അഷ്ടഭുജം. ആൻസർ ബി, പെന്റഗൺ പഞ്ചഭുജം. 18ാമത്തെ ക്വസ്റ്റ്യൻ,
The sum of two consecutive natural numbers is always an odd number. Which is the learning method suitable to understand this in a primary class? അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഒറ്റസംഖ്യയായിരിക്കും. ഈ തത്വം മനസ്സിലാക്കുന്നതിന് പ്രൈമറി ക്ലാസ്സിൽ അനുയോജ്യമായ പഠന രീതി ഏത്? ഓപ്ഷൻസ് എ ഇൻഡക്റ്റീവ് മെത്തഡ് ആഗമന രീതി, ബി ഡിഡക്റ്റീവ് മെത്തഡ് നിഗമന രീതി, സി സിന്തറ്റിക് മെത്തഡ് ഉദ്ഗ്രഥന രീതി, ഡി അനലിറ്റിക്കൽ മെത്തഡ് അപഗ്രഥന രീതി. ആൻസർ എ ഇൻഡക്റ്റീവ് മെത്തഡ് ആഗമന രീതി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഓപ്ഷൻസ് എ ഡിസംബർ 22, ബി ഡിസംബർ 6, സി മാർച്ച് 14, ഡി ജൂൺ 22. ആൻസർ എ ഡിസംബർ 22. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പ്രോജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ഡെവലപ്പിംഗ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് പഠനത്തിൽ താൽപര്യം വളരുന്നു, ബി ഡെവലപ്പിംഗ് ഗുഡ് മെമ്മറി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, സി ഡെവലപ്പിംഗ് അനലിറ്റിക്കൽ സ്കിൽ അപഗ്രഥനശേഷി വളരുന്നു, ഡി ഡെവലപ്പിംഗ് റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഗവേഷണ മനോഭാവം വളരുന്നു. അല്ലാത്തതെന്നാണ് ചോദിച്ചാണ്, പ്രോജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്? ആൻസർ ബി ഡെവലപ്പിംഗ് ഗുഡ് മെമ്മറി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഡെവലപ്പിംഗ് ഡിസിപ്ലിനറി വാല്യൂസ് ഇൻ ചിൽഡ്രൻ ത്രൂ ദ ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ്? ഗണിത പഠനത്തിലൂടെ വിദ്യാർത്ഥികളിൽ അച്ചടക്ക മൂല്യങ്ങൾ വികസിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻസ് എ കൺസ്ട്രക്റ്റിംഗ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് ഡയഗ്രങ്ങളും ഗ്രാഫുകളും നിർമ്മിക്കുക, ബി റൈറ്റിംഗ് ഡെഫിനിഷൻസ് നിർവചനങ്ങൾ എഴുതുക, സി ഡൂയിങ് കമ്പ്യൂട്ടേഷൻ കണക്കുകൂട്ടലുകൾ നടത്തുക, ഡി സോൾവിംഗ് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുക. ആൻസർ ഡി സോൾവിംഗ് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്? നല്ല ഗണിത പാഠപുസ്തകത്തിലുള്ള സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് എ കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഫ് സെയിം പാറ്റേൺ ഒരേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളത്, ബി ഹെൽപ്സ് കൺസെപ്റ്റ് ഫോർമേഷൻ ആശയ രൂപീകരണത്തിന് സഹായകമായത്, സി ഹെൽപ്ഫുൾ ഫോർ സെൽഫ് സ്റ്റഡി സ്വയം പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഡി കൺസിഡറിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓഫ് ദ സ്റ്റുഡൻസ് വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്നതിന്. ആൻസർ എ കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓഫ് സെയിം പാറ്റേൺ ഒരേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കേട്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഇതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും പഠിച്ചു. അതിനകത്ത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പരിഗണിക്കാവുന്നത് ഏതായിരുന്നു? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ എന്താണ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കിയേ. ഓപ്ഷൻ എ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികൾ ഉണ്ട്. ബി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദ ചൈൽഡ്സ് തിങ്കിങ്
കുട്ടിയുടെ ചിന്തയ്ക്ക് ഊന്നൽ നൽകുന്നതാണ്. സി. ഗിവ് നോ ഇമ്പോർട്ടൻസ് ടു ക്രിയേറ്റിവിറ്റി. ക്രിയാത്മകതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല. ഡി. ഓപ്പർച്യൂണിറ്റി ഫോർ ദ ചൈൽഡ് ടു കളക്ട് ഡേറ്റ ആൻഡ് അനലൈസ് ദ സെയിം. ദത്തങ്ങൾ ശേഖരിക്കുവാനും അപഗ്രഥിക്കുവാനും കുട്ടിക്ക് അവസരം ലഭിക്കുന്നു. ആൻസർ സി. ഗിവ് നോ ഇമ്പോർട്ടൻസ് ടു ക്രിയേറ്റിവിറ്റി. ക്രിയാത്മകതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ. റിപ്പീറ്റഡ് അഡീഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. ആവർത്തന സങ്കലനമാണ് ഗുണനം. ബി. ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ ഇൻറ്റിജേഴ്സ്. എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യകളാണ്. സി. റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ ഈസ് ഡിവിഷൻ. ആവർത്തന വ്യവകലനമാണ് ഹരണം. ഡി. ഡെസിമൽ നമ്പേഴ്സ് ആർ അനദർ ഫോം ഓഫ് റെപ്രസെന്റിംഗ് ദ ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യയെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു രീതിയാണ് ദശാംശം. ആൻസർ ബി. എല്ലാ ഭിന്നകങ്ങളും പൂർണ്ണസംഖ്യകളാണ്. ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ ഇൻറ്റിജേഴ്സ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഫേമസ് മാത്തമാറ്റിക്സ് ബുക്ക് ലീലാവതി ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ദ ബുക്ക് ഡാഷ്. ലീലാവതി എന്ന ഗണിത ഗ്രന്ഥം യഥാർത്ഥത്തിൽ പ്രശസ്തമായ ഡാഷ് ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഓപ്ഷൻസ് എ. ആര്യഭട്ടീയം. ബി. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം. സി. സിദ്ധാന്ത ശിരോമണി. ഡി. സൂത്ര സിദ്ധാന്തം. ആൻസർ സി. സിദ്ധാന്ത ശിരോമണി. 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ സച്ച് ദ മെത്തേഡ് ദാറ്റ് ടീച്ചർ അഡോപ്റ്റ് ദ മാത്തമാറ്റിക്സ് ക്ലാസ്. ഒരു ഗണിത ക്ലാസ് ടീച്ചർ സ്വീകരിക്കേണ്ട രീതി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ. സോൾവിംഗ് ഓൾ പ്രോബ്ലംസ് ബൈ ടീച്ചർ. എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് നൽകുക. ബി. ആസ്കിംഗ് തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ്. ചിന്തോദ്ദീപിക ചോദ്യങ്ങൾ നൽകുക. സി. ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു അറൈവ് അറ്റ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ്. പ്രശ്നങ്ങളുടെ ഉത്തരത്തിൽ എത്തിച്ചേരുവാൻ കുട്ടികളെ സഹായിക്കുക. ഡി. ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് പ്രോബ്ലം ഇൻ ഗ്രൂപ്പ്. പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ അവസരം നൽകുക. ആൻസർ എ. സോൾവിംഗ് ഓൾ പ്രോബ്ലംസ് ബൈ ടീച്ചർ. എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ സ്വയം നിർദ്ധാരണം ചെയ്ത് നൽകുക. ഈ ക്വസ്റ്റ്യനും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈലന്റ് ഫീച്ചർ ഓഫ് മാത്തമാറ്റിക്സ് കരിക്കുലം ആസ് എ എൻവിസേജഡ് ഇൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഗണിത പാഠപദ്ധതിയുടെ പ്രധാന സവിശേഷതയായി ദേശീയ പാഠപദ്ധതി ചട്ടക്കൂട് 2005 വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് എ. മെമ്മറൈസേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർമുലെ. തത്വങ്ങളും സൂത്രവാക്യങ്ങളും ഓർമ്മിക്കൽ. ബി. ഗിവിംഗ് ലോട്ട് ഓഫ് എക്സസൈസ് ആക്ടിവിറ്റീസ്. പഠനത്തിന് ധാരാളം അഭ്യാസ പ്രവർത്തനങ്ങൾ നൽകൽ. സി. മാത്തമാറ്റൈസേഷൻ ഓഫ് തോട്ട് പ്രോസസ്. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകൽ. ഡി. ഗിവിംഗ് എ ലോട്ട് ഓഫ് ഹോംവർക്ക്. ധാരാളം ഗൃഹപാഠം നൽകൽ. ആൻസർ സി. മാത്തമാറ്റൈസേഷൻ ഓഫ് തോട്ട് പ്രോസസ്. ചിന്തയുടെ ഗണിതവൽക്കരണത്തിന് അവസരം നൽകൽ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടന്റ് ഏരിയ ഓഫ് മാത്തമാറ്റിക്സ് അറ്റ് ദ പ്രൈമറി ലെവൽ? പ്രൈമറി തലത്തിലെ ഗണിത പഠനത്തിന്റെ ഉള്ളടക്ക മേഖലയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് എ. നമ്പർ കൺസെപ്റ്റ്, സംഖ്യാബോധം. ബി. ജോമെട്രി, ജാമിതി. സി. ടൈം, സമയം. ഡി. ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നകം. ആൻസർ ഡി. ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എഫക്റ്റീവ് ക്ലാസ് ഫോർ എ ടോപ്പിക് ഇൻ മാത്തമാറ്റിക്സ് ബിഗിൻസ് വിത്ത്.
ഗണിതത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് എങ്ങനെ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം? ഓപ്ഷൻസ് എ ഡിസ്കഷൻ ഓൺ ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, പഠന ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട്. ബി എ ഡിസ്കഷൻ ഓൺ ദ പ്രീവിയസ് നോളജ് ആൻഡ് ഗിവിംഗ് മോട്ടിവേഷൻ ത്രൂ സം ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, മുൻ അറിവിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും കുട്ടിയിൽ താൽപര്യം ഉളവാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രചോദനം നൽകിക്കൊണ്ടും. സി എ പ്രസന്റേഷൻ ഓഫ് ദ ലേണിംഗ് പോയിന്റ്സ് ഇൻ ആൻ ഓർഡിനറി മാനർ, ചിട്ടയായ രീതിയിൽ പഠന വസ്തുതകളുടെ അവതരണം നടത്തിക്കൊണ്ട്. ഡി ലിസ്റ്റിംഗ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദ ടോപ്പിക് ഓൺ ദ ബ്ലാക്ക് ബോർഡ്, പാഠഭാഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും നിരനിരയായി ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുകൊണ്ട്. ആൻസർ ബി എ ഡിസ്കഷൻ ഓൺ ദ പ്രീവിയസ് നോളജ് ആൻഡ് ഗിവിംഗ് മോട്ടിവേഷൻ ത്രൂ സം ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, മുൻ അറിവിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും കുട്ടിയിൽ താൽപര്യമുളവാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രചോദനം നൽകിക്കൊണ്ടും. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. പെഡഗോജിയിലൊന്നും മാർക്ക് ഒട്ടും കളയാൻ പാടില്ല. ഫുൾ മാർക്കും നമ്മുടെ കയ്യിൽ ഇരിക്കണം. ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 8, 9 എന്തായാലും ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ള ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്